ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് 5th ഓഫ് മാർച്ച് ആണ് ഡേറ്റ്. സോ ഇന്നലെ ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ് ഫുഡ് സൈഡാണ് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ക്യാൻഡലിനെ ലോ ബ്രേക്ക് ചെയ്തപ്പോഴാണ് എടുത്തത്. പിന്നെ അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം 50 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ കട്ടായി. ഇന്നലെ ആക്ച്വലി ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഫുഡ് സൈഡിനും കോൾ സൈഡിനും രണ്ട് ഭാഗത്തോട്ടും നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടായി, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൽ കട്ടായി. അതിനുശേഷം എനിക്ക് എക്സാക്ട്ലി കോൾ സൈഡിലുള്ള എൻട്രി ഇവിടെ ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ചാൻസ് ഇവിടെ പുൾ ബാക്ക് വന്ന സമയത്ത് ഞാൻ എടുത്തു കോൾ സൈഡ്. പക്ഷേ അതും അങ്ങനെ അധികം പോയിട്ടില്ല. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എക്സാക്ട്ലി എൻ്റെ 50 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ടച്ച് ചെയ്ത ശേഷം പിന്നെ അത് ബൗൺസ് ബാക്ക് ചെയ്തു. പക്ഷേ ആ ഒരു ഇതെന്ന് വെച്ചാൽ സൈഡ് വേസ് ആയിരുന്നു. അതുകൊണ്ടാണ് സൈഡ് വേസ് മാർക്കറ്റിൽ ഞാൻ എന്തായാലും ഒരു 100 പോയിൻ്റ് ലോസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നോക്കുന്നത്. മൺഡേ ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് പുട്ട് സൈഡ് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുട്ട് സൈഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് പുട്ട് സൈഡ് പോകുന്നതാണെങ്കിൽ തന്നെ എൻ്റെ എൻട്രി വരുന്നത് ഇവിടെ ആയിരിക്കും എൻട്രി വരിക. അപ്പം മിനിമം ചാർട്ട് വൈസുള്ള എൻ്റെ ടാർഗറ്റ് ഏകദേശം ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഞാൻ പുട്ട് സൈഡ് എൻട്രി എടുത്തിട്ടില്ല. അപ്പം കോൾ സൈഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്ക് കോൾ സൈഡ് എൻട്രി ട്രിഗറായി. പക്ഷേ അത് അധികം പോയിട്ടില്ല. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ദിവസവും ട്രേഡ് എടുക്കാൻ. അതായത് പുട്ട് സൈഡ് ഇവിടുന്ന് ഞാൻ എൻട്രി എടുത്തതാണെങ്കിൽ തന്നെ ഈ ഒരു ലെവൽ വരെ 200 പോയിൻ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രീമിയം നോക്കിയ സമയത്ത് ഒരു 20 ബിലോ 15 ബിലോ പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു 200 പോയിൻ്റ് അച്ചീവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് എനിക്ക് ഹൈ പോയ സമയത്തും സെയിം അത്ര പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു 200 പോയിൻ്റ് അച്ചീവ് ചെയ്യാൻ. ഇവിടുന്ന് എക്സാക്ട്ലി ഒരു ലെവലിൽ ഞാൻ ക്യാപ്ചർ ചെയ്തുവെങ്കിലും എനിക്ക് 200 പോയിൻ്റ് അച്ചീവ് ആവാൻ പറ്റിയില്ല. രണ്ട് സൈഡിലും ഏകദേശം 20 ബിലോ പോയിൻറ്റ്സ് മാത്രമേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ 200 പോയിൻറ്റ്സ് ആവാൻ വേണ്ടി. എൻ്റെ സെറ്റപ്പ് പ്രകാരം എൻട്രി എടുക്കുന്നതാണെങ്കിൽ മാത്രം കേട്ടോ. അല്ലാണ്ട് പുട്ട് സൈഡ് 200 പോയിൻറ്റ്സ് ഒക്കെ അച്ചീവ് ആയതാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ആർക്കങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ എൻട്രി എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു കേസിൽ ഞാൻ സേഫായിട്ട് എനിക്കൊരു എൻട്രി റൂൾ ഉണ്ട്. ആ റൂൾ വെച്ചിട്ട് എത്ര പോയിൻറ്റ്സ് എന്നുള്ളത് മാത്രമേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ രണ്ട് സൈഡും മൺഡേ 200 പോയിൻറ്റ്സ് അച്ചീവ് ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാനിനെ കുറിച്ച് പറയാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ബൈയിങ് ആണ് നോക്കുന്നത്. അതുപോലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലും ബൈയിങ് ആണ് നോക്കുന്നത്. ഗ്യാപ്പ് ഡൗണിൽ എനിക്ക് എക്സാക്ട്ലി നല്ലൊരു പ്ലാൻ ഇല്ല. ബൈയിങ്ങിനും സെല്ലിങ്ങിനും ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ പ്ലാന്. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഒരു പഴയ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ 20 മെമ്പേഴ്സ് ഉണ്ട്. മുന്നേ തന്നെ സ്റ്റാർട്ടിങ് മുതലേ ഫോളോ ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട്. ഞാൻ ആ ഒരു ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ യൂസ് ചെയ്യാണ്ട് ആ നമ്പർ ഇപ്പോൾ വേറെ ആരോ ആണ് യൂസ് ചെയ്യുന്നത്, അവരുടെ കയ്യിലാണ്. അപ്പം ടെലഗ്രാമിൽ ഞാൻ അതിന് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ട്. സോ എൻ്റെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നമ്പറിൽ ഞാൻ പുതിയൊരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആ ഒരു പഴയ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ മുന്നേ ഉള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാം.